വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ സദ്യയുടെയൊക്കെ തന്നെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാദ്യം നമുക്കിതിൻ്റെ തൊലി കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കുള്ള ആ പോഷൻ മാറ്റണം, അല്ലെങ്കിൽ ഇത് ചൊറിച്ചിലുണ്ടാകും. ഞാനങ്ങനെ പൈനാപ്പിളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടുള്ള ഈ കണ്ണ് പോലൊരു പോർഷൻ കാണുമല്ലോ, അതും നമ്മൾ കളയണം. അതൊന്നും ഇല്ലാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ പുറത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുള്ള ആ നേരത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 മുറി തേങ്ങ തിരികെ ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് അരച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ അരച്ചെടുക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തൈര് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 4 വിസിൽ വരെ ഞാൻ കുക്ക് ചെയ്തു. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും മുളക് പൊടിയൊക്കെ ഒരുപാട് കൂടുതലാണെന്ന്. പക്ഷേ നമ്മളിനി അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പൈനാപ്പിൾ പച്ചടിയുടെ അതേ കളറിൽ തന്നെ ആയിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യണ്ട. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിപ്പുള്ള തൈരാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഒരുപാട് ലൂസായി പോകരുത്. ഇപ്പോൾ പച്ചടി അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഇപ്പോൾ പൈനാപ്പിൾ പച്ചടിയുടെ കറക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊരു മധുരവും അതുപോലെ തന്നെ ഒരു എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് പച്ചടിയാണിത്. ഇനി നമുക്കിത് കടുക് വറുത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 1 മിനിറ്റ് അടച്ചു വെച്ച ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ.
കറക്റ്റാണ്. ഉപ്പും അതുപോലെ മധുരവും എരിവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്